സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പുഞ്ചക്കരിയിലോട്ട് ഒരു പോക്കാണ്. കാരണം വേറെ ഒന്നുമില്ല ഗൈസ്, എൻ്റെ വീട്ടില് 4:30 പോയ കറണ്ടാണ് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല. അതുകൊണ്ട് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ പുഞ്ചക്കരിയിലോട്ടൊന്ന് പോണത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട ഇത്രയും സെറ്റാണ് ആ പ്ലേസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ടേ പറ്റത്തില്ല. സോ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോയിലേക്ക് പോവാം. രാവിലെ എണീച്ചുകൊണ്ട് തന്നെ ചുറ്റും ഇരുട്ടും കാര്യങ്ങളുമായിരുന്നു. കറണ്ടും ഇല്ല, ആകപ്പാടെ എല്ലായിടത്തും ഇരുട്ട് മൂടിയ അവസ്ഥയാണ് കാണുന്നത്. ഇവിടെയൊക്കെ ലൈറ്റ് കത്തുന്നതെന്ന് വെച്ചാൽ സൈഡില് ഇൻവെർട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെയൊക്കെ ലൈറ്റ് കത്തുന്നത്. അപ്പൊ എല്ലാരും ഇങ്ങനെ വെളിയിലൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ ഒരു 5:45 ആയപ്പോ തന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് കിട്ടിയ വ്യൂ തന്നെ ഇത്രയും അടിപൊളിയാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു ഗൈസ്. ഇത്രയും അടിപൊളിയായിട്ട് എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമില്ല. ക്ലൗഡ് ബെഡിന്റെ ഒരു പീക്ക് വെർഷൻ തന്നെ നമുക്ക് ഇവിടെ പോയാൽ കാണാം. അത്യാവശ്യം കാണാനായിട്ട് പറ്റും. ഇത് ഇരുട്ടായോണ്ടാണ് അത്യാവശ്യം എനിക്ക് കിട്ടാത്തത്. നിങ്ങൾ നേരിട്ട് പോയാൽ ഇതിനെക്കാട്ടിയും ഭംഗിയാണ്. രാവിലെ തന്നെ പോവുക ഗൈസ്. ഒരു 5:30, ഒരു 6 മണി, 6:30 വരെ എന്തായാലും ക്ലൗഡ് ബെഡ് കാണും. 6:15 മുമ്പേയൊക്കെ പോവുകയാണെങ്കിൽ കിടിലം ഫോട്ടോസും വീഡിയോസും സംഭവങ്ങളും എല്ലാം എടുക്കാം. നിങ്ങൾക്ക് ചുറ്റും വ്യൂ പോയിന്റ് മാത്രമേ ഉള്ളൂ. എവിടെ തിരിഞ്ഞാലും നല്ല നല്ല പ്ലേസും നല്ല നല്ല ഷോട്ട് എടുക്കാനും മാത്രമേ പറ്റുള്ളൂ. ഫോണൊന്നും താഴെ വയ്ക്കാനായിട്ട് പറ്റത്തില്ല. എവിടെ പോയാലും ഷോട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ പോയാൽ വണ്ടി എവിടെയെങ്കിലും വെച്ചിട്ട് നടന്നു പോണതാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിപൊളി ഹൈലൈറ്റ്. അല്ലാതെ നിങ്ങൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ അത് നമുക്കൊന്ന് എൻജോയ് ചെയ്ത് കാണാനും അങ്ങനെ ഒന്നും പറ്റില്ല. പറ്റുമെങ്കിൽ നടന്ന് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. ഓരോ സ്പോട്ട് അത്ര ഇതാണ്. നമ്മൾ അടുത്ത സ്പോട്ടാണ് ഇതാ ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ലൈറ്റൊക്കെ കുറച്ച് വീണിട്ടുണ്ട്. അപ്പൊ വിഷ്വൽ ക്ലാരിറ്റിയെ മാറിയിട്ടുണ്ട്. ഇതിനെക്കാട്ടിയും അടിപൊളിയാണ്. നമ്മൾ ഈ ഫോണിൽ എടുക്കും പോലെയൊന്നും അല്ല, ഇതിനെക്കാട്ടിയും അടിപൊളിയാണ്. അവിടെ പോയാൽ കാണാൻ കിട്ടില്ലാണ്. നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ട പരിപാടിയെ വരില്ല. ഈ സ്പോട്ടിലൊക്കെ പോകുമ്പം രാവിലെ പോകും. ഒരിക്കലും വൈകുന്നേരവും രാത്രിയും അങ്ങനത്തെ സമയത്തൊന്നും പോവാതെ രാവിലെ പോയാൽ മാത്രം വെർത്താണിത്. പക്ഷെ രാവിലെ പോയാൽ മാത്രം ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് കാണാനും സീനറി ഇങ്ങനെ ആസ്വദിക്കാനും അപ്പുറത്തും ഇപ്പുറത്തും വന്നൊക്കെ കണ്ട് നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് ഒരു ഭംഗി എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് ഇത്രയും ഭംഗിയുള്ള സ്ഥലം അത്യാവശ്യം ഇവിടെ മാത്രമേ ഉള്ളൂ. ഒരു നേച്ചർ പ്രകൃതി ആയിട്ടുള്ള എന്ന് വെച്ചാൽ ട്രിവാൻഡ്രത്ത് ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയൂല. അത്യാവശ്യം കുറേ കാര്യങ്ങൾ, പൊന്മുടി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഈ സ്ഥലം ഇവിടെ മാത്രമേ കാണത്തുള്ളൂ. അവിടെ പോകുമ്പോൾ തന്നെ നല്ല വൈബുള്ള ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ വിളിച്ചോ. അത്രയും അതിമനോഹരമായ സ്ഥലമായതുകൊണ്ട് നിങ്ങളെ വൈബും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. ഒരു മടുപ്പോ അങ്ങനത്തെ കാര്യങ്ങളോ ഇല്ല. അതായത് നടക്കാനൊക്കെ വരികയാണെങ്കിൽ ഒരു മടുപ്പും കാര്യങ്ങളും കാണൂല. ഫുൾ സീനറി ആസ്വദിച്ച് ആൾക്കാരുടെ പ്രശ്നങ്ങളോ ശല്യങ്ങളോ ഒന്നും കാണത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ വെൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും. പിന്നെ നമുക്ക് കിട്ടിയ നെക്സ്റ്റ് പോയിന്റാണ് അവിടെ താഴോട്ട് ഇറങ്ങി കിട്ടിയപ്പോൾ പോയിന്റാണ്. അവിടെ ഫുള്ള് ഫോഗായിരുന്നു. ഫുള്ള് മഞ്ഞെന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള മഞ്ഞാണ് കാണാനായിട്ട് സാധിച്ചത്. നിങ്ങൾ ഓരോ സ്പോട്ടും മിസ് ചെയ്യാതെ തന്നെ അവിടെ ഓരോന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. അവിടെ ഫുള്ളും കണ്ടിട്ട് മാത്രം അവിടെ നിന്ന് പോവുക. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് ഒരു കാര്യവുമില്ല. എല്ലായിടും ഒന്ന് മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. എല്ലായിടും ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കൂടെ ഒരാളെയും കൂടെ കൂട്ടുമ്പോൾ അത്രയും വൈബായിട്ട് നമുക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. മെയിനായിട്ട് ജോലി, വർക്ക് പ്രഷർ എല്ലാം കൂടെ തലയിൽ കൊണ്ട് പുണ്ണാക്കി നടക്കുന്നവർക്ക് ഒരു സമാധാനത്തിലും പീസിന്റെ പാതയിലും സഞ്ചരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് ഈ പുഞ്ചകരി എന്ന് പറയുന്നത്. അവിടെ വന്നിട്ട് മെയിനായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ചായക്കടയും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഞാൻ ഇവിടെ ചായ കുടിച്ചിട്ട് വന്നുകൊണ്ട് മാത്രമാണ് അത് കാണിക്കാത്തത്. പിന്നെ ഇരിക്കാനായിട്ട് നല്ല എല്ലാ സ്പോട്ടുകളുണ്ട്. അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇരിക്കാനും നല്ല വൃത്തിക്ക് നീറ്റിലൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കണം. അവിടെ ഇരുന്ന് സംസാരിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത്, എവിടെ ഇരിക്കുന്നില്ല എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് സംസാരിച്ചിട്ട് ചില്ലായിട്ട് പോവാം. കേട്ടില്ലേ, ഇതേപോലത്തെ അടിപൊളി സൗണ്ടൊക്കെ കേട്ട് ചില്ലായിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും. പിന്നെ നമ്മൾ പോണേന്ന് വെച്ചാൽ ഇവിടെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ട് ഫോട്ടോഷൂട്ടും സേവ് ദ ഡേറ്റും എല്ലാം നടക്കുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെ. അത്യാവശ്യം എല്ലാവർക്കും അറിയാന്നുള്ള പ്ലേസ് ആണ്. മീൻസ് ഫോട്ടോ വഴി റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അത്യാവശ്യം ഒരു അടിപൊളി ഒരു സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയിട്ടുള്ള ഒരു ചെറിയ ഫീല്, മിനി സ്വിറ്റ്സർലാൻഡൊക്കെ ഇല്ലേ, അവിടെ പോയിട്ടുള്ള ഒരു ചെറിയൊരു ഫീലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ പീക്ക് ലെവലൊന്നും ഞാൻ ഒരിക്കലും പറയൂല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടും വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്. എന്നാലും അത്ര തരക്കേടില്ലാത്ത ഒരു സ്ഥലം കൂടെയാണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ മരങ്ങളുടെ വേരെന്ന് പറഞ്ഞാൽ
ഒരു വെറൈറ്റി രീതിക്കാണ് മുകളിലൊക്കെ ഇങ്ങനെ പോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നുള്ള ഫീലും കൂടെയാണ്. പിന്നെ അവിടത്തെ നമുക്ക് ഫുള്ള് അങ്ങറ്റം വരെ നമുക്കൊന്ന് പോകാനായിട്ട് പറ്റും, നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യും. ഇവിടെ ഞാൻ സംസാരിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ വിഷ്വൽ ബ്യൂട്ടി മാത്രം നമുക്ക് ആസ്വദിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഞാൻ ഈ സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വ്ളോഗായിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ചുമ്മാ മ്യൂസിക് ഇട്ട് കാണിക്കുന്നതിനെക്കാട്ടിയും എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് മാത്രം. നിങ്ങളെന്നാലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കും. ഞാൻ ഈ പറഞ്ഞ എന്തായാലും വേസ്റ്റ് ആയിട്ട് പോകില്ല. മസ്റ്റുമായിട്ട് നിങ്ങൾ രാവിലെ തന്നെ ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ അതിമനോഹരമായിട്ടുള്ള പ്ലേസ് കാണാൻ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലമാണ്. ഓരോന്നും അത്രയും വ്യൂ ഉണ്ട്. ഓരോ വ്യൂ പോയിന്റും അത്രയും അടിപൊളിയായിട്ടാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. ഫോട്ടോഷൂട്ടിന് ഫേമസ് ആയിട്ടുണ്ട്. വിഷു കഴിഞ്ഞ് പോയോണ്ട് കാണാൻ പറ്റിയ ഒരു കാഴ്ചയാണ് കൃഷ്ണന്റെ തലയോടെ മരത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണത്. അപ്പൊ സമയം എന്ന് പറയണ ഇപ്പൊ 6:45. നമ്മൾ തിരിച്ചു പോവുകയാണ്. വന്ന വഴിയല്ല തിരിച്ചു പോണത്, അതിന്റെ ഇപ്പുറത്തായിട്ടുള്ള വഴിയാണ്. പോണ വഴിയിലെല്ലാം പൂവൊക്കെ വിരിഞ്ഞ് ഇങ്ങനെ കാണാൻ തന്നെ നിൽക്കുന്ന ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓരോന്നിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. പിന്നെ പോകുമ്പോൾ തന്നെ സൂര്യ ഉദിച്ചു. അങ്ങനെ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നിങ്ങൾ എന്തായാലും വിസിറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ബൈ.